എന്ന് ഒരാളാണ്ട് ഇങ്ങനെ അടിക്കുന്നു. ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു എടുത്തു കളഞ്ഞ അയാളെ. എന്താണ് നിരന്തരം അയാൾ അങ്ങനെ എഴുതി 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 ഭ്രാന്തുണ്ടോ പൊളി എന്ന് പറയുന്നു ആരോ. അപ്പൊ ഈ ആളിനെ ഞാൻ എന്തുകൊണ്ട് എടുത്തു കളയുന്നത്? അപ്പൊ ഭ്രാന്തുണ്ടോ അങ്ങനെ നിരന്തരം ചോദിച്ച് തന്നോട് തന്നെയാണ് അത് ചോദിക്കുന്നതെന്ന് സ്വയം അയാൾക്ക് തന്നെ ബോധ്യപ്പെടും. അങ്ങനെ അയാളിൽ ആ ഭ്രാന്ത് ഉണ്ടായി വരും. ആ ഭ്രാന്തിൽ നിന്ന് പിന്നെ കരകയറാൻ പറ്റാതെ വരും. പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ട് നടക്കും. സൂപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരമുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഇങ്ങനെ മറുപടി കൊടുത്ത് കളയുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അത് അവരുടെ ജീവിതത്തിൽ വരും, എന്റെ ജീവിതത്തിലല്ല. അത് അവരുടെ ജീവിതത്തിലാണ് വരുന്നത്. അവരെന്താണോ ചെയ്യുന്നത് അതെല്ലാം അവരുടെ ജീവിതത്തിലാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്താണോ ചെയ്യുന്നത് എല്ലാം എന്റെ ജീവിതത്തിലാണ് വരുന്നത്. ഉദാഹരണം തന്നെ, ഞാൻ ആളുകളെ ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന ഇച്ചിൽപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോ ആണായാലും പെണ്ണായാലും വയസ്സ് എന്നവരായാലും അവരെയൊക്കെ ഞാൻ ശുശ്രൂഷിച്ചിരുന്നു. ഭയങ്കര വ്രണമുള്ള കാലുകളുണ്ട്, വ്രണമുള്ള കാലുകൾ. ആ വ്രണമുള്ള കാലുകളൊക്കെ ഞാന് കഴുകി തുടച്ചിരുന്നു, മരുന്നൊക്കെ പുരട്ടി. അപ്പൊ അത് കാണുമ്പോൾ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർ അത് കണ്ടോണ്ട് പറയും, ഗ്ലൗസ് ഇടൂന്ന് പറയും. ഗ്ലൗസ് ഇട്ടോണ്ടേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ഗ്ലൗസ് ഇട്ടോണ്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ ആ വ്രണത്തിൽ നിന്നും അണുക്കള് കയ്യിലൊക്കെ പറ്റും, നഖത്തിലൊക്കെ കയറി വന്നു. പക്ഷെ എനിക്ക് അന്നേരം ആ ചിന്തയല്ല. ആ ആളിന്റെ കാല് വൃത്തിയാക്കി കൊടുക്കുക, പാദം ശുശ്രൂഷിച്ചു കൊടുക്കുക, നല്ല വൃത്തിയാക്കുക. അതാണ് എന്റെ ഉള്ളില്. അവരുടെ കാല് വൃത്തിയാവട്ടെ, വ്രണം കരിയട്ടെ, എത്രയും വേഗം കഴിയണം. അപ്പൊ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി ഞാൻ അങ്ങനെ കഴുകിയെടുത്തതായതുകൊണ്ട് ഇത് നാഗ ചെയ്തതാണ്, നല്ല കാലിലൊക്കെ നല്ല പെട്ടെന്ന് കരിഞ്ഞല്ലോ എന്ന് 10 പേര് പറയുന്ന കേൾക്കുന്നത് തന്നെ എനിക്കൊരു സുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ട് കഴുകി. ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോ എനിക്കൊരു സംതൃപ്തി തോന്നുന്നില്ല. കാരണം ഇത് എപ്പോഴും ഇങ്ങനെ വലിച്ചു കയറ്റി ഇടണം, പിന്നെ ഊരണം, പിന്നെ ഇടണം, പിന്നെ ഊരണം. അപ്പൊ ഞാനെന്ത് ചെയ്ത് എന്ന് വെച്ചാല് ചില നേരത്ത് ഗ്ലൗസ് ഇടും, ചില നേരത്ത് ആ ഗ്ലൗസ് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരുന്ന് കാലൊക്കെ തേച്ച് കഴുകി കൊടുക്കും. എനിക്കപ്പോ ഒരു മനമറപ്പില്ല, ഇച്ചിളിപ്പില്ല. നാഗ നിഷ്കളങ്കയാണ്, എനിക്ക് ഇച്ചിളിപ്പൊന്നുമില്ല. അതിന്റെയൊക്കെ ഭാഗം കൊണ്ടായിരിക്കണം ഇന്ന് നിങ്ങളോട് പറയാനാണെങ്കിൽ എന്റെ വീട്ടിൽ, എന്റെ ക്ഷേത്രത്തിൽ വന്നു പോകുന്നവർ എന്റെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് പോകുന്നത്. ആരുടെയൊക്കെയോ കാൽപാദങ്ങൾ പാദസേവ ചെയ്ത് കൊടുത്തതിന്റെ ഫലം എനിക്കിന്ന് കിട്ടുന്നു. നമ്മളെന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് കിട്ടും. ഞാൻ എവിടെയൊക്കെയോ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, ഉദ്ഘാടനത്തിന് മറ്റോ പോയി. അവിടെ പോയപ്പോഴേ അവരൊക്കെ തന്നെ എൻ്റെ കാൽപാദത്തിൽ വന്ദിച്ചു. വാവ്, ഗ്രേറ്റ് നാഗാന്ന്, നന്മ ചെയ്ത വ്യക്തിത്വം. അപ്പോ എൻ്റെ കാൽപാദത്തിൽ തൊട്ട് നമസ്കരിച്ചു. എന്താണ്? നമ്മൾ ആ കാൽപാദം വൃത്തിയാക്കി കൊടുത്തു. കാൽപാദം നമ്മളോട് നന്ദി പറയുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു വരും. അങ്ങനെയുണ്ട്. തന്നെയല്ല, ഈ കാൽപാദമെല്ലാം
അത് കണ്ടും കേട്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു കൊടുത്തതും ചിലപ്പോൾ അതും വരണമെന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയും എന്റെ കണ്ണ് കാണുന്നുണ്ട്, എന്റെ മൂക്ക്, വായു, നാക്ക്, എന്റെ തലച്ചോറ്, കൈകൾ, കാലുകൾ എല്ലാം അത് കാണുകയാണ്. എന്റെ നാവ് അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ എന്റെ സകല ഇന്ദ്രിയങ്ങളും ശരീരവും അതറിയുകയാണ്. ആ അറിയുന്നത് കൊണ്ട് തന്നെ എവിടെ ചെന്നാലും എന്നെ പൂജിക്കുന്നു, എന്നെ പൂവിട്ട് പൂജിക്കുന്നു. ചിലപ്പോ ഞാൻ തെറി പറഞ്ഞിട്ടുള്ളവര് പോലും എന്നെ വന്ന് തൊഴുതു നിൽക്കുകയാണ്, സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഞാൻ നിങ്ങളെ പോലെയൊന്നും പലരും അവിടൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. അവളുടെ കാൽപാദം താങ്ങാൻ ഞങ്ങൾ ചെല്ലണം. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അവളുടെ കാല് തൊട്ട് വന്ദിക്കാൻ ഞാൻ പോകണം? ഞാനൊന്നും പോവില്ല. ഞാൻ നോക്കുമ്പോ കാണാം അയാളും ഞാനോട്ട് യാതൊരു ബന്ധം പോലും ഇല്ല. ഞാൻ പറശ്ശേടാ, ഈ മയിലിന് എന്തിനാ ഇങ്ങനെയൊക്കെ വന്ന് എഴുതി വെക്കുന്നത്? അയാളും ഞാനും യാതൊരു ബന്ധവുമില്ല. അയാളെ ഞാൻ വിളിച്ചു എന്റെ കാൽപാദം വന്ദിക്കാൻ, എന്റെ പാദസേവ ചെയ്യാൻ ഞാൻ വിളിച്ചോ? ഞാൻ വിളിച്ചിട്ട് പോലുമില്ല. അഹങ്കാര ബുദ്ധി. ഞാൻ വിളിച്ചിട്ടില്ല ഇവരെ ഒന്നും. ഈ സോഷ്യൽ മീഡിയയുടെ അടിയിൽ, എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന അഹങ്കാര ബുദ്ധിയോടുകൂടിയാണ് പലരും എഴുതി വെക്കുന്നത്. അവരുടെ അടുക്കലോട്ട് ഞാൻ പോകൂല. അവരെ എന്തിനാ കാല് തൊട്ട് വന്ദിക്കാൻ പോകുന്നത്? ഞാൻ വിളിച്ചു ആരെങ്കിലും. പക്ഷെ എനിക്ക് മറ്റൊരാളുടെ കാൽപാദം വന്ദിക്കാനോ അവരെ ഇങ്ങനെ തൊട്ടു തൊഴാനോ അവരുടെ പാദം കഴുകി കൊടുക്കാനോ ഒന്നും എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാനെല്ലാം ചെയ്തിട്ടുള്ള ആളാ.